നമ്മുടെ ചാനലിന്റെ വളർച്ചയിലെ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിട്ടൊന്ന് 200K അതായത് 2 ലക്ഷത്തോളം ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു ചാനൽ, ഒരു ഫാമിലി ചാനലായിട്ട് നമ്മളത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2023 ലാസ്റ്റ് 24ന്റെ തുടക്കത്തിലാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടുള്ളത്. അതിന് മുമ്പ് ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇടാറുണ്ടായിരുന്നു, പക്ഷേ ഫോളോ അപ്പും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇട്ട് വന്നു. അങ്ങനെ 2024ന്റെ തുടക്കത്തിൽ 25, 26 ഇത്രയും സമയത്തിന്റെ ഇടക്ക് ഒരു 200K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലക്ഷം ആളുകൾ ഫോളോ ചെയ്ത്, അല്ലെങ്കിൽ ഒരുപാട് പേര് എന്താ പറയുക, കുറ്റം പറയുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്, നല്ലത് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇഷ്ടപ്പെട്ട് കൂടെ നിൽക്കുന്ന ഇത്രയും ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളിതൊരു മുമ്പോട്ട് ഒരു ചാനലിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഒരുപാട് നന്ദി, താങ്ക് യു. കുറെ പേര് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു, ചെലവുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ചിലവൊക്കെ തരും, ചിലവൊക്കെ തരണം, എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. ഏതാണെങ്കിലും ഒരു പുതിയ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു തുടക്കത്തിന്, ഒരു നല്ല സപ്പോർട്ടിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇറാനിൽ കഴിഞ്ഞ ദിവസം 2 തീവ്രവാദികളെ, അതായത് ഇറാൻ റെജീമിനെതിരെ, ഇറാനിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള തീരുമാനത്തോടു കൂടി ഇറാനെതിരെ പ്രവർത്തിച്ചിട്ടുള്ള 2 അമേരിക്കൻ അല്ലെങ്കിൽ മൊസാദ് ഏജന്റുമാരെ കഴിഞ്ഞ ദിവസം തൂക്കിലേറ്റിയിട്ടുണ്ട്. അത് അവരെ ചേസ് ചെയ്തതും അവരെ പിടിക്കുന്നതും അത് ഭയങ്കര ഇതായിട്ടാണ് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇറാന്റെ അകത്ത് ഇപ്പോഴും ഒരുപാട് മൊസാദ് CIA ഏജന്റുമാരുണ്ട്. അപ്പോൾ എവിടെ കണ്ടു കഴിഞ്ഞാൽ അവരതിനെ പിടിക്കും. ഇനി അവരെ പിടിച്ച് തൂക്കിലേറ്റിയതിന് മുതലക്കണ്ണീരുമായിട്ട് വരുന്ന ഒരുപാട് മറ്റാളുകളെ നമുക്ക് ഇവിടെ കാണാം. നമ്മുടെ നാട്ടിലെ തീവ്ര ചിന്താഗതിയുള്ള ചില ആളുകൾ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നമ്മൾ ഒരു സൈഡിൽ ഉണ്ടാവും. ഇനി അതാണ് വലിയ കുറ്റം, അല്ലെങ്കിൽ അവർ ഇറാനെതിരെ ചെയ്തതൊക്കെ വളരെ ചെറിയ കുറ്റങ്ങളാക്കി മാറുന്ന നാടാണ് നമ്മുടേത്. അപ്പം അതാണ് ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ കുറച്ചു മുമ്പ് ഇറാന്റെ നാവിക സേനാ മേധാവി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ വാർത്ത കേട്ടപ്പോൾ തന്നെ അടുത്ത വാർത്ത നമ്മൾ കാണുന്നത് ഇസ്രായേലിന്റെ ഹൈഫയില് അവരുടെ ആണവ റിയാക്ടറിൽ വീണ്ടും ഇറാന്റെ മിസൈൽ വീണ് അവിടെ ശക്തമായിട്ടുള്ള പുകയും തീയും അവിടെ വന്നുകൊണ്ടിരിക്കുന്നതിൽ അതിന്റെ വീഡിയോ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതാണ് പിന്നെ ഒന്ന് പറയാനുള്ള കാര്യപ്പെട്ടൊരു ന്യൂസ്. പിന്നെ ഇറാന്റെ ശക്തി, അതായത് ഇറാൻ ഇത്ര അക്യുറേറ്റ് ആയിട്ട് ഈ മിസൈലുകളും ഈ കാര്യങ്ങളും എല്ലാം ഇടുന്നത് റഷ്യയുടെ സപ്പോർട്ടോടു കൂടിയാണ്. നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ ഇപ്പം അത് ആധികാരികമായിട്ട് അത് പുറത്തോട്ട് വരികയാണ്. കാരണം റഷ്യ പറഞ്ഞത് ഞങ്ങൾ ഇന്റലിജൻസ് സപ്പോർട്ടോ അതല്ലെങ്കിൽ ഞങ്ങൾ ഈ സാറ്റലൈറ്റ് സപ്പോർട്ടോ കൊടുക്കുന്നില്ല എന്നായിരുന്നു 2 ദിവസം മുമ്പ് റഷ്യയുടെ വക്താവ് UN സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതല്ല, റഷ്യയുടെ സ്ട്രോങ് അക്യുറസി എത്രത്തോളം, ഇറാന്റെ മിസൈലിന്റെ അക്യുറസി ഓരോ പോയിന്റിൽ പോയി വെക്കുന്ന ആ ഒരു ഡീറ്റെയിൽ കൊടുക്കുന്നത് റഷ്യയാണ് എന്നുള്ളത് കൂടുതലായിട്ട് പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പൊ ഇതുവരെയുള്ള അപ്ഡേറ്റുകളിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ രാജ്യദ്രോഹികൾക്കെതിരെയുള്ള നടപടി അത് നമുക്ക് പറയാം. അതായത് ഇസ്രായേൽ അമേരിക്കൻ ബന്ധമുള്ള പ്രതിപക്ഷ ഗ്രൂപ്പായിട്ടുള്ള PMOI എന്നുള്ള ഗ്രൂപ്പ്, ഇറാനിലുള്ള ഗ്രൂപ്പുമായി ചേർന്നിട്ട് പ്രവർത്തിച്ച 2 പേരെയാണ് ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. ഇന്നലെ ടെഹ്റാനിലെ സായുധ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തു എന്നാണ് ഇവർക്കെതിരെയുള്ള കുറ്റം. അതായത് ടെഹ്റാനിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു യുദ്ധത്തിന്റെ മുന്നോടിയായിട്ട് പല രീതിയിലും ആളുകൾ ഇറാൻ റജീമിനെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചിട്ടും പരസ്പരം തല്ലിയിട്ടും കുറെ എണ്ണം ചത്തുപോയിരുന്നു. അതല്ലെങ്കിൽ ഇതിനെ അടിച്ചമർത്താൻ ഇറാനും ഒരുപാട് പേരെ തൂക്കിലേറ്റിയിട്ടും അതല്ലാണ്ട് അടിച്ചമർത്തിയിട്ടുണ്ട്. സ്വന്തം രാജ്യത്തിനെതിരെ റോട്ടിൽ ഇറങ്ങി പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യത്തും കൊടുക്കുന്ന രാജ്യദ്രോഹ കുറ്റങ്ങൾക്ക്. അപ്പം ഇന്നലെ ആ കൂട്ടത്തിൽപ്പെട്ട 2 ആളെയും കൂടെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കുറ്റം ചെയ്ത ആളുകളെ ചേസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ ആളുകളുടെ ട്രാക്ക് ചെയ്ത് പോകുന്നതിന്റെ ഒക്കെ വീഡിയോസും അല്ലെങ്കിൽ ആളുകളെ പൊക്കുന്നതിന്റെ വീഡിയോസും ചില വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറാൻ തന്നെ പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. അങ്ങനെ 2 പേരെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചാര സംഘടനയിൽപ്പെട്ട 2 പേരെയാണ് ഇറാൻ വധിച്ചിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള കുറെ പ്രമുഖരെ, അതായത് കാശ് കൊടുത്തിട്ടും പലതും കൊടുത്തിട്ട് നമുക്കറിയാം ഈ അമേരിക്ക മൊസാദും അതുപോലെ CIAയും ആളുകളെ വലയിലാക്കുന്നത്, ലോക നേതാക്കളെ പോലും നമ്മുടെ ജീനടക്കം വലയിലാക്കിയത് എപ്സ്റ്റീൻ ഫയൽസ് പോലെ അവിടെ നടന്നത് പെണ്ണ് കൊടുത്തിട്ടാണ്, കുട്ടികളെ കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ കുട്ടി കൊടുത്തിട്ടാണെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ പലതും കൊടുത്തിട്ട് ഇസ്രായേലിന്റെ മൊസാദും അതുപോലെ CIAയും വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അക്കൂട്ടത്തില് വാങ്ങിച്ചിട്ടുള്ള ചില പ്രമുഖരുണ്ട് ഈ ഇറാനിലുള്ള. അതിൽ ചില പ്രമുഖരെ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. സർദാർ അസ്യൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇറാനിയൻ ഫുട്ബോൾ താരം സർദാർ അസ്മൂണിനെയാണ് അവിശ്വസ്തത ആരോപിച്ച് ദേശീയ ടീമിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്വത്ത് കണ്ടുകെട്ടൽ, അമേരിക്കൻ ഏജന്റുമാരായിട്ട് പ്രവർത്തിച്ചു എന്നാരോപിച്ച് 16 പ്രമുഖ അവരുടെ സ്വത്ത് സർക്കാർ കണ്ടുകെട്ടി. ഇതിൽ ഗായകരുണ്ട്, ഫിഫ റഫറിണ്ട്, പ്രൊഫസർമാരുണ്ട്, അങ്ങനെ ഒരുപാട് പേര് ഈ കൂട്ടത്തിൽ വരുന്നുണ്ട്. അതായത് വിവരങ്ങൾ വിദേശ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്ന് ആരോപിച്ച് 5 പ്രവിശ്യകളിൽ നിന്നായി 46 പേരെയാണ് ഇന്റലിജൻസ് മന്ത്രാലയം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മൾ കണ്ടിരുന്നു 120ഓളം പേരെ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഒരുപാട് പ്രവിശ്യകളിൽ നിന്നായിട്ട് 120 പേരെ അറസ്റ്റ് ചെയ്തു. ഇപ്പം അതല്ലാണ്ട് വീണ്ടും 46 പേരെയും കൂടെ ഇറാന്റെ ഇന്റലിജൻസ് ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ്
സ്വന്തം രാജ്യത്തിന് മറ്റു രാജ്യങ്ങൾക്ക് ഒറ്റിക്കൊടുക്കുന്നതിനായിട്ട്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നിങ്ങൾ കണ്ടില്ല, ഇപ്പൊ അടുത്തടുത്തിട്ട് എത്ര ആളുകളെ ഒറ്റിക്കൊടുക്കുന്ന ആളുകളെ പൊക്കുന്നുണ്ട്. അതിൽ ഹിന്ദു ഉണ്ട്, മുസ്ലിമും ഉണ്ട്, ക്രിസ്ത്യനും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് പറയുന്ന സമയത്ത് സംഖ്യകൾ പറയുമ്പോൾ അത് മുസ്ലിങ്ങൾ മാത്രമാവുന്നേ ഉള്ളൂ. പക്ഷേ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഇന്ത്യൻ രാജ്യത്തിന് ഒറ്റിക്കൊടുത്തിട്ടുള്ളത്, ഒറ്റുകൊടുത്തോണ്ടിരിക്കുന്നതും മറ്റ് ചില മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അത് മതത്തിന്റെ കുഴപ്പങ്ങളല്ല, ഈ രണ്ട് മതത്തിന്റെയും കുഴപ്പമല്ല ഈ ആളുകൾ പിടിക്കുന്നത്. അത് ആളുകളുടെ വ്യക്തിഗതമായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ അത് വരുമ്പോഴേക്കും സംഘി ഗ്രൂപ്പായിട്ട് അത് മുസ്ലിങ്ങൾക്ക് ചാർത്തി കൊടുക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. ആ സംഖ്യ അറിയുന്നില്ല, സ്വന്തം കൂട്ടത്തിൽപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യനെ മറച്ച് അല്ലെങ്കിൽ ഇന്ത്യനെ ചാരപ്രവർത്തി നടത്തി ഇന്ത്യൻ ഒറ്റ കൊടുക്കുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ഇപ്പൊ ഇറാനിൽ നടക്കുന്നത്. ഇങ്ങനെ ആളുകളാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഒരു വാർത്ത. ഇന്നിപ്പോ അവിടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു വാർത്ത. പിന്നെ പറയാനുള്ളത്, ഹൈഫയിലെ ഓയിൽ റിഫൈനറിക്ക് ഉണ്ടായിട്ടുള്ള വലിയ തീപിടുത്തത്തിനാണ്. സംഭവം ഇസ്രായേലിലെ ഏറ്റവും വലിയ ഇന്ധന ശുചീകരണശാലയായിട്ടുള്ള ഹൈഫ റിഫൈനറിയിലാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഇറാനിൽ നിന്നും ലബനിൽ നിന്നും ഹിസ്ബുള്ളയുടെ സൈഡിൽ നിന്നും ഒരേ സമയത്തുള്ള മിസൈൽ ആക്രമണത്തെ തുടർന്നാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. മിസൈൽ നേരിട്ട് പതിച്ചതായിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും പുറത്തോട്ട് വന്നിട്ടില്ല. പക്ഷേ ഇവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. ഏതായാലും ഇസ്രായേലിന്റെ ആഭ്യന്തര ഇന്ധന ലഭ്യതയുടെ 50 മുതൽ 60% വരെ വരുന്നത് ഈ ഒറ്റ പ്ലാന്റിൽ നിന്നാണ്. അപ്പൊ ഈ പ്ലാന്റിൽ നിന്നാണ് ഇപ്പം തീയും പുകയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇറാന്റെ മിസൈൽ പോയി വീണിട്ടുള്ളത്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവിടുത്തെ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത് ഇസ്രായേലിന്റെ ആഭ്യന്തര എണ്ണയുടെ 50 മുതൽ 60% ആലോചിച്ച് രാജ്യത്തിന്റെ പകുതിയിലധികം വരുന്ന ഊർജ്ജ സ്രോതസ്സാണ് ഇവിടെ. അപ്പോൾ വടക്കൻ ഇസ്രായേലിലെ വൈദ്യുതി വിതരണം കംപ്ലീറ്റ് വലിയ രീതിയിൽ തടസ്സപ്പെട്ടിട്ടുണ്ട്. കുറച്ച് മണിക്കൂറുകളായി തടസ്സപ്പെട്ടിട്ടുണ്ട്. അത് പുനർക്രമീകരിക്കാനും നിർമ്മിക്കാനുള്ള തത്രപ്പാടിലാണ് അവിടുത്തെ ഗവൺമെന്റ്. ഇപ്പം ഇവിടെ ആരും ജീവൻ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ എത്ര പേര് മരണപ്പെട്ടു എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ പുറത്തോട്ട് വിട്ടിട്ടില്ല. അത് പുറത്തേക്ക് കുറച്ച് വിടും എന്താണെങ്കിലും. ഇനി ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന് IDF സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ ഹൈഫ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വീണ മിസൈൽ മാത്രം മിസൈൽ വീണിട്ടാണോ അല്ലേ എന്നുള്ളത് ഇതുവരെ IDF സ്ഥിരീകരിച്ചിട്ടില്ല. മിസൈൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് എവിടെ വീണ് എന്നുള്ളത് IDF സ്ഥിരീകരിച്ചിട്ടില്ല. അത് ആവിയായി പോയിട്ടുണ്ടാവും ചിലപ്പോൾ. ഇതേ സമയത്ത് തന്നെ വരുന്ന മറ്റൊരു ന്യൂസാണ്, ഇറാന്റെ നേവി ഹെഡ് ആയിട്ടുള്ള അലി റസ തങ്സിരി എന്ന് പറഞ്ഞിട്ടുള്ള ആള് മരണപ്പെട്ടിട്ടുണ്ട്, വധിക്കപ്പെട്ടിട്ടുണ്ട്. ഇറാനിലോട്ടുണ്ടായിരുന്ന ഇസ്രായേലിന്റെ ആക്രമണത്തിലാണ് ഈ ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു മരണം സ്ഥിരീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ ഹൈഫയിലോട്ടുള്ള ആക്രമണം ഇറാൻ അഴിച്ചു വിട്ടിട്ടുള്ളത്. അത് അവിടെ പോയി പതിയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വാർത്തയും വരുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മൾ പറയുന്ന പോലെ ഇതേ സമയത്ത് ഇറാനിൽ ഒരുപാട് സ്ഥലത്ത് നല്ല രീതിയിൽ ആക്രമണങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ പല രീതിയിൽ. ഇപ്പൊ കുറച്ചു മുമ്പ് ഇറാനിലെ മെയിൻ വൈദ്യുത മേഖലകളിലോട്ടും ആക്രമണം നടന്നിട്ടുണ്ട്. അവിടുത്തെ ഒരു ഊർജ്ജ സ്രോതസ്സിലോട്ട് ആക്രമണം നടന്നിട്ടുണ്ട്. അവിടുത്തെ തീയൊക്കെ ഓൾറെഡി അണച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പിന്നെ പുറത്തോട്ട് വന്നിട്ടുള്ളത്. അപ്പം ഇതാണ് ഇപ്പം ഇറാനിൽ റീസെന്റ് നടന്ന ചില കാര്യങ്ങൾ. ഇനി റഷ്യയുടെ ചാരക്കണ്ടുകൾ, അതാണ് നമ്മൾ പറയേണ്ടത്. അതായത് ഇറാന്റെ മിസൈലുകൾക്ക് ഇത്ര കൃത്യത എവിടുന്ന് വരുന്നു എന്നുള്ളതായിരുന്നു പലരുടെയും ചോദ്യം. ഇറാന്റെ മിസൈലുകൾക്ക് ഇത്ര കൃത്യമായിട്ടുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്താൻ റഷ്യൻ ഉപകരണങ്ങൾ അല്ലെങ്കിൽ റഷ്യയുടെ സാറ്റലൈറ്റ് ഉപഗ്രഹങ്ങൾ ഉയർന്ന റെസൊല്യൂഷനുള്ള ചിത്രങ്ങൾ വരെ നൽകുന്നുണ്ടെന്നാണ് ഇപ്പോഴത്തെ പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട്. അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്ര ക്ലാരിറ്റിയോട് കൂടി എങ്ങനെ ഇറാൻ ഈ ഫോട്ടോസ് കിട്ടുന്നത്? കാരണം ഇറാന് സാറ്റലൈറ്റ് ഉപഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രാജ്യമാണ്. ഈ രാജ്യത്തിന് ഇത്ര കറക്റ്റായിട്ടുള്ള ഇത് എവിടുന്ന് കിട്ടുന്നു ഒന്നും ചിന്തിക്കാനില്ല. അത് റഷ്യ കൊടുത്തത് തന്നെയാണ്, അല്ലെങ്കിൽ ചൈന. പക്ഷേ റഷ്യയാണ് ഇപ്പോൾ സാറ്റലൈറ്റ് ചിത്രങ്ങൾ കൊടുക്കുന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടാണ് വരുന്നത്. 3 ഘട്ടങ്ങളിലായിട്ടുള്ള നിരീക്ഷണങ്ങൾ, അതായത് റഷ്യൻ സൈനിക തന്ത്രം ഉപയോഗിച്ചിട്ട് ഒരു ലക്ഷ്യസ്ഥാനത്ത് 3 തവണ നിരീക്ഷിക്കും. ആദ്യം ചിത്രം ലക്ഷ്യം തീരുമാനിക്കും. ആദ്യം തന്നെ ചിത്രം എടുത്തിട്ട് ലക്ഷ്യസ്ഥാനം തീരുമാനിക്കും. രണ്ടാമത്തേത് പരീക്ഷിക്കാനും മൂന്നാമത്തെ ചിത്രം 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ ആക്രമണം നടത്താനുള്ള അന്തിമ ഉറപ്പിനായിട്ടാണെന്നാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് ആദ്യം ഒരു ചിത്രം അവർ ഫോക്കസ് ചെയ്യും, ഇന്ന സ്ഥലത്താണ് ആക്രമിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ചിത്രം പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലോട്ട് ഏതൊക്കെ രീതിയിൽ ഈ മിസൈലുകൾ വന്നു കഴിഞ്ഞാൽ പതിപ്പിക്കാം, ചിന്തിക്കാമെന്ന് ആലോചിച്ചിട്ട് പരീക്ഷണാർത്ഥമായിട്ട് രണ്ടാമത്തെ ഒരു ചിത്രം എടുക്കും. മൂന്നാമത്തെ ചിത്രം 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ ആക്രമണം നടത്താനായിട്ടുള്ള അന്തിമ ഉറപ്പിന് വേണ്ടിയിട്ട് വീണ്ടും ആ സ്ഥലത്തിന് ഒന്നുകൂടെ ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് അതാണ് റിലീസ് ചെയ്ത് കൊടുക്കുന്നത് ഇറാന് എന്നാണ് പറയുന്നത്. ഇപ്പൊ സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ ബേസിലുണ്ടായ ആക്രമണം നമുക്കറിയാം. മാർച്ച് 20, മാർച്ച് 23, മാർച്ച് 25 ഈ തീയതികളിലൊക്കെ അവിടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ തീയതികൾ റഷ്യൻ ഉപഗ്രഹങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ ഭാഗത്തിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇതിന് തൊട്ട് പിന്നാലെ മാർച്ച് 26-ാം തീയതി ഇറാന്റെ 6 ബാലിസ്റ്റിക് മിസൈലുകളും 29 ഡ്രോണുകളും ഉപയോഗിച്ചിട്ടാണ് അവിടേക്ക് ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇതിൽ 10 മുതൽ 12 വരെ നാവിക അല്ലെങ്കിൽ
ഉദ്യോഗസ്ഥർ അവിടെ മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. അമേരിക്ക സമ്മതിച്ചു തന്നിട്ടില്ല. അമേരിക്ക പറഞ്ഞത് കുറേ പേർക്ക് പരിക്കുണ്ടെന്നാണ്, പക്ഷെ മരണപ്പെട്ടു എന്നുള്ള ഒരു കൺഫർമേഷനാണ് വന്നത്. മാത്രമല്ല വിമാനങ്ങൾക്ക് കേടുപാടുകൾ, വിമാനം നടു അമർന്ന് പൊട്ടിയ KC-135 പോലത്തെ റീഫില്ലിംഗ് വിമാനങ്ങളും മറ്റ് റഡാർ വിമാനങ്ങൾ വരെ അവിടെ പൊട്ടിപ്പൊളിഞ്ഞ വീഡിയോസും ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി മറ്റ് ലക്ഷ്യങ്ങളിലോട്ട് റഷ്യ കൊടുത്തിട്ടുള്ള മെയിനായിട്ടുള്ള, അതായത് ഡീഗോ ഗാർഷ്യയിലേക്ക് 4000 കിലോമീറ്റർ അപ്പുറത്ത് മാറിയിട്ട് ഒരു മിസൈൽ വീണ് നമുക്ക് ഇറാനിലെ ആരും കണ്ണ് തള്ളിപ്പോയ, അല്ലെങ്കിൽ അതോടുകൂടിയാണ് സത്യം പറഞ്ഞ നാറ്റോ തിരിച്ചു വരാൻ, യുദ്ധത്തിലോട്ട് വരാൻ നിന്നിരുന്ന നാറ്റോ വരെ ഒറ്റയടിക്ക് തിരിച്ചു വന്നാൽ, നാറ്റോ അങ്ങോട്ട് തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നാറ്റോയിൽ വരുന്ന പല രാജ്യങ്ങളുടെയും തലസ്ഥാനത്ത് തന്നെ പോയിട്ട് ഇറാന്റെ 4000-5000 കിലോമീറ്റർ പോയിട്ട് വികുമെന്ന് ഉറപ്പ് വന്നതോടുകൂടി ആണ് വിട്ടു തരുന്നത്. അപ്പം ഈ ഒരു ആക്രമണം, ഇപ്പൊ ഈ ഡീഗോ ഗാർഷ്യയിലായിട്ടുള്ള ആക്രമണം എന്ന് പറഞ്ഞാൽ വെറുതെ അവിടേക്ക് ആക്രമിക്കുക എന്നുള്ളത് മാത്രമല്ലായിരുന്നു, അത് മറ്റുള്ള എല്ലാ രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. അതായത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഇസ്രായേലിനെ അമേരിക്കനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഒക്കെ അവിടെ വികും. വെറും മിഡിൽ ഈസ്റ്റിലോട്ട് 4 അല്ലെങ്കിൽ 10-20 ഡെയിലി ഇങ്ങനെ മിസൈൽ വിടുന്നതും ഇസ്രായേലിലോട്ട് 100 മിസൈൽ വിടുന്നതും അല്ല, ഞങ്ങൾ 4000-5000 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള സകല സ്ഥലത്തും ഞങ്ങൾ സംഭവം വിടും. അതിനുള്ള സാധനം ഞങ്ങൾ എടുത്തിട്ട് ജസ്റ്റ് ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഇത്ത പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത്, അതോടുകൂടി നിങ്ങൾ കണ്ടില്ലേ ഹോർമോസിലേക്കും ആരും വരുന്നില്ല, മറ്റൊരു സ്ഥലത്തോട്ടും ആരും വരാത്ത രീതിയിൽ ആളുകൾ അങ്ങോട്ട് ഒഴിഞ്ഞു മാറി കൊടുത്തു. ബാക്കി എല്ലാ രാജ്യത്തലവന്മാരും മാറി. അപ്പം ഇതിനൊക്കെ പിന്നിൽ കളിക്കുന്നത്, അതായത് ഇതിൻ്റെ ഒക്കെ പിന്നിലെ തേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേറൊരു അതീന്ദ്ര ശക്തി എന്ന് പറയുന്നത് അത് റഷ്യ, പുട്ടിന്റെ നയതന്ത്രങ്ങളൊക്കെ തന്നെയാണ്, യുദ്ധതന്ത്രങ്ങളൊക്കെ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ പുട്ടിൻ നല്ല വർത്താനൊക്കെ പറഞ്ഞെങ്കിലും ബാക്കിലുള്ള സപ്പോർട്ട്, ഇറാന് കൊടുക്കുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. അപ്പോൾ ഡീഗോ ഗാർഷ്യയിലോട്ടുള്ള US ബ്രിട്ടീഷ് സൈനിക കേന്ദ്രത്തിലോട്ടുള്ള ആക്രമണം, കുവൈറ്റ് എയർപോർട്ടിലോട്ടുള്ള ആക്രമണം, തുർക്കിയിലെ ഇൻസിർലിക് എയർ ബേസിലോട്ടുള്ള ആക്രമണം, ഖത്തറിലെ അൽ ഉദൈദിലോട്ടുള്ള ആക്രമണം, ഇതെല്ലാം റഷ്യയുടെ നിരീക്ഷണ വലയത്തിലാണ്. അവിടെ വരുന്നുണ്ടോ, പോകുന്നുണ്ടോ, എന്താണ് അവിടെ നടക്കുന്നത് അപ്പം ഇറാന് കൊട്ടുന്നുണ്ട്. ഈവൻ മുസ്തഫ പോലും റഷ്യയിലാണെന്നാണ് പറയപ്പെടുന്ന ചികിത്സയുടെ ഭാഗമായിട്ടും അതല്ലാണ്ട്. അപ്പം പുള്ളിക്ക് അവിടെ നിന്ന് കിട്ടുന്ന സ്വീകാര്യത, പുള്ളിക്ക് കിട്ടുന്ന സപ്പോർട്ടും എത്രയെന്നുള്ളത് നമുക്ക് ഇതൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിലൂടെ അമേരിക്കൻ സൈനിക ശ്രദ്ധ ഉക്രൈൻ യുദ്ധത്തിൽ നിന്നും തിരിച്ചുവിടുക എന്നൊരു ലക്ഷ്യം കൂടെ റഷ്യക്കുണ്ട് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തോട്ട് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് മനസ്സിലായില്ലേ ഒരു ഐഡിയ, ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഏതാണെങ്കിലും ഒന്നുകൂടെ താങ്ക്സ് പറയാണ്. ഈ ഒരു 200 ലക്ഷം ഫാമിലി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കണക്കും അല്ലെങ്കിൽ ചെറിയൊരു സംഖ്യയല്ല. ഇനിയും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇത് കണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇപ്പം പലരും അതിൻ്റെ താഴത്ത് വന്ന് കമൻ്റ് ഇടുന്നത് കണ്ടു, നിനക്ക് ഇതിനോടൊക്കെ പൈസ കിട്ടുന്നില്ല. കിട്ടുന്നുണ്ട്, എനിക്ക് ഇതിനോട് പൈസ കിട്ടുന്നുണ്ട്, എനിക്കിത് എന്താ പറയുക റവന്യൂ വരുന്നുണ്ട്. വെറുതെ വന്ന് ഞാൻ കണ്ണടച്ച് വെടിവെച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. ചില സംഖ്യകൾ അങ്ങനെ ഇട്ടു, നീ കോയമാരെ പറ്റിച്ച് നീ പൈസ എടുത്തുകൊണ്ടിരിക്കുകയല്ലടാ എന്നുള്ള രീതിയിൽ. അതുപോലെ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ നിനക്ക് ഹലാലാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യമാണ്, ഞാൻ പണിയെടുത്ത് പൈസ ഉണ്ടാക്കും. പണിയെടുത്ത് കഴിഞ്ഞാൽ ആ പണി തെറ്റില്ലാത്ത പണിയാന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന പൈസ അത് നമ്മൾ മേടിക്കും. അതല്ലാണ്ട് പണിയെടുക്കുന്നില്ല, കച്ചവടം ചെയ്യുന്നില്ല, ബിസിനസ്സും ചെയ്യുന്നില്ല എന്നും സംഘിപ്പാട്ടും പാടി എപ്പോഴും പറയുന്ന പോലെ ദാരിദ്ര്യത്തിൽ ജനിച്ച് ദാരിദ്ര്യത്തിൽ ജീവിച്ച് ദാരിദ്ര്യത്തിൽ നരകിച്ച് ചാവുന്ന സംഖ്യകളെക്കാൾ നല്ലത് പൈസ, അതായത് പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്നല്ലേ. അത് ഏത് രീതിയിൽ ഏത് പണിയെന്നുള്ളത് നമ്മൾ നോക്കണം. മോശമല്ലാത്ത പണിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പൈസ എടുക്കും, അതിന്റെ പ്രതിഫലം നമ്മൾ വാങ്ങുകയും ചെയ്യും. അപ്പോൾ നമുക്കത് കിട്ടുന്നുണ്ട്, സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ഒക്കെ ഈ ആളുകൾ, ഈ പറഞ്ഞ ആളുകൾ, നമ്മളെ പോലത്തെ കോയന്മാരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും നമ്മളെ പോലത്തെ ജിഹാദികൾ നമ്മളെങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും നമ്മൾ അത്തരം വർത്താനം പറഞ്ഞതുമാണ് എന്നുള്ളതിൽ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. നല്ല അഭിമാനമാണ്. സംഖ്യ എന്നും ഇങ്ങനെ മങ്കിയടിച്ച് ജീവിച്ച് ചത്ത് ഒടുങ്ങും, വേറെ ഒന്നും സംഖ്യക്ക് കിട്ടാൻ പോകുന്നില്ല. ഉള്ള കാലത്തെങ്കിലും ഞാൻ ഇത് കാണുന്ന സംഖ്യകളുടെ പോലെ ഉള്ള കാലത്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പൈസ, എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് കുറച്ച് പൈസ ഉണ്ടാക്കി അത് ചെലവാക്കി സന്തോഷിച്ച് ജീവിക്കുക. അല്ലാണ്ട് വെറുതെ ഇത് നേരവും വിദ്വേഷവും ഈ മുസ്ലിം വിരോധവും ഇസ്ലാമോഫോബിയും പറഞ്ഞ് നടന്ന് എന്തിനാണ് ഇങ്ങനെ നരകിച്ച് ചാവുന്നത് അല്ലേ? പോട്ടെ, ഏതാണെങ്കിലും സംഖ്യകൾക്കും നന്ദിയുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന, എന്നെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുന്ന, അല്ലെങ്കിൽ എന്നെ തെറി പറഞ്ഞ് കമന്റ് ഇടുന്ന എല്ലാ സംഖ്യകൾക്കും എൻ്റെ എന്താ പറയുക നന്ദി പറയാണ്. അപ്പോൾ നമുക്ക് അടുത്ത അപ്ഡേറ്റ് ഈവനിങ് അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ അപ്ഡേറ്റുകൾ കാണാം. ശരി.